ഇന്ന് ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ആചരിക്കുന്നതിനോടനുബന്ധിച്ച് അമാൻ എന്ന പേരിൽ ഒരു ദേശീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒമാൻ. മനുഷ്യവ്യാപാരത്തിന്റെ ഭീഷണികളും അതിന്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. യു.എയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യങ്ങൾ നൽകുന്നതിന് പെർമിറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് യു.എ മീഡിയ കൗൺസിൽ. ആദ്യ 3 വർഷം പെർമിറ്റ് സൗജന്യമായി അനുവദിക്കും. അടുത്ത 3 മാസത്തിനുള്ളിൽ പുതിയ പെർമിറ്റ് പ്രാബല്യത്തിൽ വരുമെന്നും യു.എ മീഡിയ കൗൺസിൽ അറിയിച്ചു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വാട്ടർ സ്പോർട്സ് മേഖലയിൽ മുൻതൂക്കം നേടാൻ ബഹ്റിൻ ഒരുക്കം തുടങ്ങി. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് അനുയോജ്യമായ വാട്ടർ സ്പോർട്സ് സൗകര്യങ്ങൾ, ലോക നിലവാരമുള്ള പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങി വാട്ടർ സ്പോർട്സിനായി പ്രാദേശിക കേന്ദ്രമായി മാറുക എന്നതാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. കുവൈത്തിൽ ചൂട് കൂടും. കുവൈത്തിൽ മിർസാം സീസണിന് തുടക്കമായി. ഉയർന്ന താപനിലയാണ് മിർസാം സീസണിന്റെ പ്രത്യേകത. പകലിന് ദൈർഘ്യം കൂടും. 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഘട്ടം വേനൽക്കാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പ്രവേശനമായി കണക്കാക്കുന്നു. യു.എയിലേക്കുള്ള വിസ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പരസ്യം ചെയ്ത് കബളിപ്പിക്കുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. ഇത്തരം പരസ്യങ്ങളിൽ പറയുന്ന വെബ്സൈറ്റുകൾ വഴി വിസയ്ക്ക് അപേക്ഷിച്ച് പറ്റിക്കപ്പെടരുതെന്നും ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് യു.എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്. 2026 ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രായമായ ആളുകൾക്ക് ആശ്വാസകരമായി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ സർക്കുലർ. 60നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് മുതിർന്ന ആളുകളുടെ കൂടെ ഹജ്ജ് യാത്രയ്ക്ക് പോകാൻ അനുവാദമുണ്ട്. എന്നാൽ ഇവർ തീർത്ഥാടകന്റെ ജീവിത പങ്കാളിയോ സഹോദരനോ സഹോദരിയോ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്.